അടുത്തതായി ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മുമ്പ് പഠിച്ച റെപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ, ഈ രണ്ട് പ്രോസസ്സിൽ എന്താണ് സംഭവിച്ചത്? ഒരു ന്യൂക്ലിക് ആസിഡ് കോപ്പി ചെയ്ത് വേറൊരു ന്യൂക്ലിക് ആയി മാറി. സോ റെപ്ലിക്കേഷനിൽ DNA തന്നെ കോപ്പി ചെയ്ത് DNAയുടെ ഒരു ഡോട്ടർ സ്ട്രാൻഡ്, സോ പാരൻ്റൽ DNAയിൽ നിന്ന് ഒരു ന്യൂ DNA കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടായി, പാരൻ്റൽ DNAനെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട്. സോ ഒരു ന്യൂക്ലിക് ആസിഡ് തന്നെയാണ് DNAയിൽ ആ ന്യൂക്ലിയോട്ടൈഡ് തന്നെ പുതിയ ന്യൂക്ലിയോട്ടൈഡായിട്ട് മാറിയത്. അതേസമയം നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിൽ അങ്ങനെ തന്നെയാണ്, ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ആ DNAയിലുള്ള ഇൻഫർമേഷൻ RNA ആയിട്ടാണ് മാറിയത്. നമുക്കറിയാം DNAയും RNAയും രണ്ടും ന്യൂക്ലിയോട്ടൈഡുകളാണ്. സോ റെപ്ലിക്കേഷനിലും ട്രാൻസ്ക്രിപ്ഷനിലും പ്രോബ്ലം ഒന്നുമില്ല, ഒരു ന്യൂക്ലിയോട്ടൈഡ് തന്നെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വേറൊരു ന്യൂക്ലിയോട്ടൈഡ് തന്നെയാണ് ആയി മാറുന്നത്. സോ അതിനൊരു പ്രോബ്ലം ഇല്ല. ബട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സെൻട്രൽ ഡോഗ്മയിൽ അടുത്ത പ്രോസസ്സ് എന്നത് റെപ്ലിക്കേഷൻ കഴിഞ്ഞ് DNA mRNA ആയിട്ട് മാറുന്നത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിസ് ആണ്. സോ ഇപ്പോൾ ഉള്ളത് നമുക്ക് മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ മെച്യൂർഡ് RNA, DNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNAയിലാണ് ഇരിക്കുന്നത്. സോ ആ ഇൻഫർമേഷനാണ് പ്രോട്ടീനായിട്ട് മാറേണ്ടത്. സോ രണ്ടും തമ്മിൽ RNA ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയോട്ടൈഡുകൾ വെച്ചും പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ്. സോ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഈ ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും നടന്ന പോലെ ഒരു ന്യൂക്ലിയോട്ടൈഡ് കോപ്പി ചെയ്ത് വേറൊരു ന്യൂക്ലിയോട്ടൈഡ് ആവണ പോലെ അത്ര ഈസി അല്ല നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. സോ അവിടെ ഈ പറഞ്ഞ മെസ്സഞ്ചർ RNAനെ, ന്യൂക്ലിയോട്ടൈഡ് ഫോമിലുള്ള മെസ്സഞ്ചർ RNAനെ അത് പ്രോട്ടീൻ ആയിട്ടുള്ള അമിനോ ആസിഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഒരു ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ വേണം. അതാണ് ജനറ്റിക് കോഡ്. സോ ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ റിക്വയർ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. എവിടെയായിരുന്നു ജനറ്റിക് ഇൻഫർമേഷൻ? DNAയിൽ. ഇപ്പോൾ എവിടെയാണ്? മെസ്സഞ്ചർ RNAയിൽ. സോ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് എന്ത് വേണം? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം പോളിമർ ഓഫ് ന്യൂക്ലിയോട്ടൈഡ്, RNA മെസ്സഞ്ചർ RNA ന്യൂക്ലിയോട്ടൈഡ്, ആ ന്യൂക്ലിയോട്ടൈഡ് പോളിമർ ഓഫ് ന്യൂക്ലിയോട്ടൈഡിൽ നിന്ന് എന്തായി മാറണം? പോളിമർ ഓഫ് അമിനോ ആസിഡ്. സോ പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ പോളിമർ ഓഫ് ന്യൂക്ലിയോട്ടൈഡ്, അതായത് നമ്മുടെ RNA എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ എന്തായിട്ട് കൺവേ ചെയ്യണം, മാറണം? പോളിമർ ഓഫ് അമിനോ ആസിഡായിട്ട് മാറണം. ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, കുറേ എവിഡൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്? ചേഞ്ച് ഇൻ ന്യൂക്ലിക് ആസിഡ്. നമ്മുടെ DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, ആ ന്യൂക്ലിക് ആസിഡുകളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ഇൻ അമിനോ ആസിഡ് ഇൻ പ്രോട്ടീൻ. സോ ന്യൂക്ലിക് ആസിഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ DNA RNA പോലെയുള്ള ന്യൂക്ലിക് ആസിഡുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഏതെങ്കിലും ബേസ് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ, എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ഇൻ അമിനോ ആസിഡ്. സോ ന്യൂക്ലിക് ആസിഡിൽ ചേഞ്ച് വരികയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ്, അതായത് പ്രോട്ടീനിലുള്ള അമിനോ ആസിഡുകളിൽ ചേഞ്ച് വരും. നമ്മൾ പഠിച്ചതാണ് സിക്കിൾ സെൽ അനീമിയയിൽ എങ്ങനെയാണ് ഒരു അമിനോ ആസിഡ് ചേഞ്ച് വരുന്നത്. ഒരു ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ ഒരു ബേസിൻ്റെ ചേഞ്ച് കൊണ്ട് തന്നെ മാത്രം ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് വേറൊരു അമിനോ ആസിഡായിട്ട് മാറുന്നു. സോ ന്യൂക്ലിക് ആസിഡിൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും? ആ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡുകളിൽ ചേഞ്ച് വരും. അങ്ങനെ എവിഡൻസുകൾ നമുക്കറിയാം. സോ ഈ ഒരു ഐഡിയ, ഈ എവിഡൻസുകളിൽ നിന്ന്, ഈ ഐഡിയയിൽ നിന്ന് ദാറ്റ് ലീഡ് ടു പ്രൊപ്പോസിഷൻ ഓഫ് ജനറ്റിക് കോഡ്. ഇതിൽ നിന്നാണ് ജനറ്റിക് കോഡ് എന്നൊരു ഐഡിയ വന്നത്. ഒരു ന്യൂക്ലിക് ആസിഡിൽ ചേഞ്ച് വന്നാൽ അത് ഡയറക്റ്റ്ലി പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിൽ ചേഞ്ച് വരുന്നു. അത് ജനറ്റിക് കോഡ് പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നു. സോ ഡയറക്റ്റ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്, നമ്മുടെ അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ഡ്യൂറിങ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. സോ മനസ്സിലായി, ന്യൂക്ലിക് ആസിഡിൽ ചേഞ്ച് വന്നാൽ അമിനോ ആസിഡിൽ ചേഞ്ച് വരും, അതായത് പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിൽ ചേഞ്ച് വരും. സോ ലീഡ് ടു ദ പ്രപ്പോസിഷൻ ഓഫ് എ ജനറ്റിക് കോഡ് ദാറ്റ് ലീഡ് ടു ഡയറക്റ്റ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്, അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ഡ്യൂറിങ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. സോ എന്താണ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ്. സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയോട്ടൈഡിൽ കാണുന്ന അഡെനീൻ, ഗുവാനിൻ അങ്ങനത്തെ നൈട്രജൻ ബേസുകൾ. ദ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ് ഇൻ ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ ആ ന്യൂക്ലിയോട്ടൈഡിലെ നൈട്രജൻ ബേസസ് ഇൻ mRNA. നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? മെസ്സഞ്ചർ RNAയിലാണ്. സോ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ് ഇൻ mRNA വിച്ച്
കണ്ടെയ്ൻസ്, ആ mRNA വന്നിരിക്കുന്ന ഇൻഫർമേഷൻ വിച്ച് കണ്ടെയ്ൻ ദ ജനറ്റിക് ഇൻഫർമേഷൻ. എവിടെ നിന്ന് കിട്ടിയത്? DNA നിന്ന് കിട്ടിയത്. ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഫോമിലാണ് ആ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. 4 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രോട്ടീൻ സിന്തസിസ്. അതാണ് ജനറ്റിക് കോഡ്. സോ നമ്മുടെ മെസ്സഞ്ചറിലിരിക്കുന്ന ആ ജനറ്റിക് ഇൻഫർമേഷൻ, mRNA ജനറ്റിക് ഇൻഫർമേഷൻ ഒരു മെസ്സേജ് ഫോമിൽ പ്രോട്ടീൻ സിന്തസിനായിട്ട് മാറണം. അതിന് സഹായിക്കുന്നതാണ് ജനറ്റിക് കോഡ്. സോ ഒരു ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്, അതായത് മെസ്സഞ്ചർ RNAയിലുള്ള നൈട്രജൻ ബേസുകൾ എന്തായി മാറുള്ളൂ? കൺവേർട്ടഡ് ഇൻ ടു പോളിമർ ഓഫ് അമിനോ ആസിഡ്. സോ ആ അമിനോ ആസിഡിനെ കൊണ്ടുവരാനായിട്ട് ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഇതാണ് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി മാത്രം എന്ത് സംഭവിക്കും? ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് എന്തായിട്ട് മാറുന്നു? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നു. അതാണ് ജനറ്റിക് കോഡ്.